ലണ്ടനും ആരിഫ് ഹുസൈനും മാത്രമാണ് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ മുഴുവനും വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാകുന്നതാണ് കാണുന്നത്. അത് അങ്ങനല്ലേ വരൂ. ഇത്രയും ആവേശം ആളുകൾ കാണിക്കണമെങ്കിൽ മിനിമം അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാകുമല്ലോ എന്താണ് അവർക്ക് വീട് കിട്ടിയ അവസരമെന്ന്. ആരിഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റാൻ നോക്കിയിരുന്ന പോലെയാണ് വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരേപോലെ വന്ന സന്തോഷം. കോയാ കോളിംഗ് എന്ന പ്രോഗ്രാം വലിയൊരു ജനശ്രദ്ധ ഏറ്റുവാങ്ങി മുന്നേറുന്ന ഒരു ഷോയാണ്. കൂടുതലും വിശ്വാസികളാണ് അതിലേക്ക് വിളിക്കാറുള്ളത്. അവിശ്വാസികൾ വിളിക്കാറുണ്ട്. അവരുടെ ദുരനുഭവങ്ങൾ, അവരുടെ ദാവാപ്രവർത്തനം, അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ മതവിമർശനം, ഇസ്ലാം വിടാനുണ്ടായ കാരണങ്ങൾ, ഉസ്താദുമാരിൽ നിന്നേറ്റ പീഡനങ്ങൾ എല്ലാം അവിടെ പങ്കുവെക്കാറുണ്ട്. ചിലരാണെങ്കിൽ ഭീഷണിപ്പെടുത്താൻ, തെറി പറയാൻ മാത്രം വിളിക്കും. ചിലർ സ്വന്തം മതത്തെ വെളുപ്പിക്കാൻ വേണ്ടി ശബ്ദം മാറ്റി, പേര് മാറ്റി വിളിച്ചും തേഞ്ഞു പോകാറുണ്ട്. എത്ര ആളുകൾ സ്വന്തം മദ്രസ ദുരനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഈ പരിപാടിയിലേക്ക് വിളിച്ച വിശ്വാസികളെ കേൾക്കുമ്പോഴാണ് ഇവരൊന്നും ഖുറാനും ഹദീസും തഫ്സീറുകളും ഒന്നും വ്യക്തമായി പോലും അറിയില്ല, കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് മനസ്സിലായി തുടങ്ങിയത് ഭൂരിഭാഗം വിശ്വാസികളും. അതുകൊണ്ട് തന്നെ ഖുറാനും സഹീഹായ ഹദീസും വെച്ച് തെളിവ് നിരത്തി അടിച്ചിരുത്തുമ്പോൾ ഒന്നെങ്കിൽ ഉരുണ്ട് കളിക്കും, അല്ലെങ്കിൽ അതങ്ങനൊന്നും ഇല്ലെന്ന് പറയും, അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് മുങ്ങും. അങ്ങനെ ഇസ്ലാമിനെ നല്ല രീതിയിൽ പരിക്ക് പറ്റി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ലണ്ടൻ അവസരം വീണ് കിട്ടിയത്. ഇതുവരെ ഇസ്ലാമിനെതിരെ ഒരു വരി പോലും എഴുതുകയോ പറയുകയോ പോലും ചെയ്യാത്ത പല പ്രൊഫൈലുകൾ വരെ ഇന്ന് വീഡിയോ ഇട്ട് ആഞ്ഞടിക്കുകയാണ്. ഇനി ലണ്ടനിലേക്ക് വരാം. സത്യത്തിൽ ആരിഫ് തേഞ്ഞൊട്ടി ഉത്തരമില്ലാതെ കണ്ടം വഴി ഓടിയെന്ന് തന്നെ കരുതുക. അതുകൊണ്ട് ഇസ്ലാം ശരിയാകുമോ? സത്യത്തിൽ എല്ലാ മതങ്ങളും അതുണ്ടായി വന്ന കാലഘട്ടത്തിന്റെ മാത്രം, പലപ്പോഴും അതിൽ കുറവ് ധാർമ്മികത മാത്രം പുലർത്തുന്നവരാണ്. ഇസ്ലാം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം നിലനിന്നിരുന്ന ഇസ്ലാമിക കാലഘട്ടത്തേക്കാൾ ഉയർന്ന ധാർമ്മിക ബോധവും അറിവും ചിന്താശേഷിയും ഒക്കെയുള്ള ഒരു സമൂഹമായിരുന്നു. ആ ധാർമ്മികത ബോധത്തെയും അറിവിനെയും ചിന്താശേഷിയും എല്ലാം നശിപ്പിച്ചാണ് ഇസ്ലാം വളർന്നത് തന്നെ. ഇസ്ലാം വളർന്നത് തന്നെ വാളുകൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം. ഇതേ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഇസ്ലാമിക പ്രബോധനങ്ങളാണ് പരമമായ സത്യമെന്ന് പ്രചരിപ്പിച്ച മതപ്രചാരകരാണ്. അങ്ങനെ ഒരു മതപ്രചാരകന്റെ മുൻപിൽ ആരിഫ് ഹുസൈന് കൃത്യമായി മറുപടിയില്ലാതെ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇസ്ലാമിന്റെ മഹത്വമാവും? ആരിഫിന് അവിടെ തെറ്റുപറ്റി. ഓഫ് കോഴ്സ് ഖുറാനിൽ ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് മാത്രമാണ് തെറ്റിയത്. അതിനാൽ ട്രോളുകൾ ഏറ്റുവാങ്ങും. വായിൽ നിന്നൊരു എറർ പോലും വീഴാതെ സംസാരിക്കാൻ അറിയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി കളിയാക്കലുകൾ ഉണ്ടാകും. അത് കേൾക്കേണ്ടിയും വരും. പണ്ട് രവിചന്ദ്രന് എന്തിന്റെ ഒരു ആസനാമം പറഞ്ഞത് മാറിപ്പോയി എന്ന് പറഞ്ഞ് ഇപ്പോഴും പുള്ളിയെ ട്രോളുന്നു വരട്ടെ. അതിനാൽ നാസ്തികർക്ക് ഇത് സ്വാഭാവികമാണ്. അവർ എപ്പോഴും സംസാരത്തിൽ മിസ്റ്റർ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആർക്കാണ് ഇവിടെ വാശിയുള്ളത്? ഇനി ആരിഫ് കൃത്യമായി മറുപടി പറയുകയും ആ മതപണ്ഡിതന് മറുപടി ഇല്ലാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നുമില്ല. അവർ കിടന്ന് ജബ്ബബ്ബ അടിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം ഈ വീഡിയോയ്ക്ക് പകരം ലണ്ടൻ നഗരത്തിൽ വെച്ച് എക്സ് മുസ്ലിമായ ഇന്ത്യക്കാരനെ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള വാർത്ത വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പല മുന്നനുഭവങ്ങൾ അങ്ങനെ ഉണ്ടേ. ട്രോളുകളുടെ പെരുമഴ ആരിഫ് ഏറ്റുവാങ്ങുമ്പോൾ ഇങ്ങ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇസ്ലാമിന്റെ തൊലി ഉരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്നല്ലേ, ഇന്നും, അതായത് നമ്മുടെ നാട്ടിൽ ഇന്നും വാലിഡ് ആയിട്ടുള്ള ഫത്തുൽ മുയിൻ വ്യഭിചാരത്തിൽ ജനിച്ച സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു എന്നത് ആളുകൾ പരക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. പണ്ട് ആളുകൾ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പം അത് പരക്കെ ഇപ്പം ചർച്ചയായി. ഈ ഫത്തുൽ മുയിൻ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് മുസ്ലിങ്ങൾ ഇതുവരെ പറഞ്ഞതായി ഞാൻ കണ്ടിട്ടില്ല. ഈ വീഡിയോ അവർ തന്നെ പുറത്തിട്ടതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ കുറേയധികം ആളുകൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഖുറാനിലും ഹദീസുകളിലും പുറത്ത് പറയാൻ പറ്റാത്ത വേറെ കുറേ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതും എടുത്ത് പുറത്തിടാൻ തുടങ്ങി. എന്തൊരു ഗതികേട്! മനുഷ്യനും ഇസ്ലാമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വ്യഭിചരിക്കാം, പക്ഷെ അതിലുണ്ടായ കുട്ടി തൻ്റെ മകളാവില്ല. അവളെ വേണമെങ്കിൽ വിവാഹവും ചെയ്യാം, കുട്ടിയെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ആരിഫിനെ വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുപോലുള്ള ഊളത്തരം വെളുപ്പിച്ചുകൊണ്ട് ആവരുത്. ഇനി ആരിഫ് കൃത്യമായി ഉത്തരം പറയാത്തതാണ് പ്രശ്നമെങ്കിൽ അത് അയാളുടെ കുഴപ്പമാണ്. അതിനേക്കാൾ നന്നായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളതൊക്കെ ഏറ്റെടുക്കുകയും പഠിക്കുകയും പറയുകയും ചെയ്യുക. കാരണം ഇസ്ലാം മനുഷ്യരെ പുറകോട്ട് നയിക്കുന്ന മതങ്ങളുടെ കൂട്ടത്തിൽ നമ്പർ 1 മുൻനിരയിലുണ്ട്. അപ്പോൾ ആരിഫിന് പകരം മറ്റൊരു വ്യക്തി വരട്ടെ. മനുഷ്യരാശി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്പേസ് എക്സ്പ്ലോറേഷനും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇരുന്ന് ഒരു പുസ്തകത്തിൽ സ്വന്തം അച്ഛന് അവിഹിതത്തിൽ ജനിച്ച മകളെ വിവാഹം കഴിക്കാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ പറ്റുമോ എന്ന ചോദ്യത്തിന് മതഗ്രന്ഥങ്ങളും നിയമവും ചരിത്രവും തിരഞ്ഞ് തെളിവ് കണ്ടെത്തി പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട്. ഇവന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മെനക്കെടാൻ നിൽക്കുന്നത്? ആരിഫിനെ തോൽപ്പിച്ച് എന്ന് വീമ്പ് പറയുന്നവർ ഓർക്കേണ്ടത് നിങ്ങളുടെ പുസ്തകത്തിലെ പല കുൽസിതങ്ങളും പുറത്തു വരാനും ആരിഫിന്റെ ട്രോളുകൾ കാരണമായി എന്ന് കൂടിയാണ്. ഇതൊന്ന് നോക്കിക്കേ. ഇത് ഖുറാനാകട്ടോ. ഖുറാൻ 4:23 ഒരു വലിയ വാക്യന്റെ നടുക്കുന്ന് തുടങ്ങുന്ന ഞാനിപ്പോൾ ഈ വായിക്കുന്നു. നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ അവരുടെ മക്കളെ വേൽക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ മുതുകിലുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാ എന്താ? അതും പൊട്ടത്തരമാണ്. അതൊന്നും ഇവരെ സമ്മതിച്ചിട്ടില്ല. വെളുപ്പിച്ചു ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട്. അതായത് ഖുറാൻ പ്രകാരം മനുഷ്യന്റെ ശുക്ലം വരുന്നത് ഈ പുറത്തെ മുതുകിൽ നിന്നാണ് എന്നാണ് ഇവരുടെ പുസ്തകം പറയുന്നത്. അത് തന്നെ തെറ്റി. പക്ഷേ അത് എങ്ങനെങ്കിലും ന്യായീകരിച്ചുമാർ വെളുപ്പിച്ചെടുക്കും. അത് വേറെ കാര്യം, അതല്ലല്ലോ വിഷയം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പറയുന്ന ഈ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള സമുദായക്കാരോ മറ്റുള്ള ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ആരായാലും
നിങ്ങൾ വിശ്വാസികളോടാണ് ഞാൻ ചോദിക്കുന്നത്, അവിശ്വാസികളോടല്ല. അവർക്കിത് കാര്യം പറയാൻ മനസ്സിലാവും. വിശ്വാസികളായി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഭാര്യ മരിച്ചു പോയെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് കരുതുക. നിങ്ങൾ അവരെ വിവാഹം കഴിക്കുന്നു. അവർക്ക് ഓൾറെഡി ഒരു മകളുണ്ട്. ആ മകളെ നിങ്ങൾ എങ്ങനെ ആയിരിക്കും കാണുന്നത്? സ്വന്തം മകളായിട്ടല്ലേ കാണുന്നത്. എന്നാൽ ഇതിൽ ഇസ്ലാം ഖുറാനിൽ പറയുന്നത് എന്താ? നിങ്ങൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണിന് ഒരു മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പെണ്ണുമായിട്ട്, നിങ്ങളുടെ പുതിയ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിഷിദ്ധമല്ല. ആ മകൾ. ഈ കാലഘട്ടത്തിലും ഇമാതിരി മുത്തുച്ചിപ്പി വാദങ്ങൾ ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുടെ ഒരു ദൈന്യത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇവന്മാർ പറയുന്നത്, ഇത് പെർഫെക്റ്റ് ആണ്, ഇതുപോലൊരു സാധനം ലോകത്ത് ആർക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് സത്യമാണ്. പലരും പറയുന്നു കേട്ടു, നീ ഖുറാൻ വിമർശിക്കുന്നല്ലോടാ, എന്നാൽ ഇതുപോലെ പറഞ്ഞ എഴുതുകയാണ്. എൻ്റെ പൊന്നണ്ണ, അതുപോലുള്ള എഴുതാൻ ലോകത്തിന് ആർക്കും പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ധാർമ്മികതയും ചിന്താശേഷിയൊക്കെ ഇത്രയും ജീർണിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് എഴുതുന്നതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വരികളായിരിക്കും നമ്മൾ എഴുതുന്നത്. ചിലർ പറയാറില്ലേ, മാനവരിൽ മനോഹരനാണെന്ന്. മനോഹരനായാലും മഹോന്നതനായാലും എന്തുകൊണ്ടും ഇപ്പൊ പറയാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മുസ്ലിങ്ങളും, നിങ്ങൾ ഇത് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവരോടും കൂടെ പറയുന്നത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മുസ്ലിങ്ങളും എന്തുകൊണ്ടും മുഹമ്മദിനേക്കാൾ മികച്ച വ്യക്തികളാണ്. പല കാര്യങ്ങളും നിങ്ങൾ വേണമെങ്കിൽ തുലനം ചെയ്തു വയ്ക്കും. മുഹമ്മദ് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളിയാണോ ബെറ്റർ, നിങ്ങളാണോ ബെറ്റർ എന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ നൂറ്റാണ്ടിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ ഇമാതിരിയുള്ള സാധനങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു നാണമില്ലേ? എന്നിട്ട് ഇതിനെ ന്യായീകരിച്ച് എത്ര കമൻറ്റുകൾ വന്നിട്ടുണ്ടെന്നറിയോ? അതിലെ ചിലതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കാം. പലരും പറയുന്നത്, ആ വ്യഭിചാരത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മകളാവത്തില്ലല്ലോ, എന്താ അണ്ണനിത് വെളുപ്പിച്ചെടുക്കണോ? അതുകൊണ്ടാ. അതുപോലുള്ള ചില കുൽസിതങ്ങളും ചില ദുഷിപ്പ് വർത്താനങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർത്തേക്കാം. കണ്ടു നോക്ക്. എന്നിട്ട് പറ, ഇത് ബെസ്റ്റ് സാധനമാണോ എന്ന്. വല്ലാത്ത യാതി. പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു. ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ, ജൂത നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും. He hates me for the sake of Allah. You hate these guys and the other guys. Would you kill me if you get a chance? If we're at war, I will chop your head off. Yeah, Allah guide you. If we're fighting a war, am I supposed to let him kill me? I said, if we are. No, let's ask this again. Do you hate me? Yes, I hate you for the sake of Allah. Who taught you to hate me? അവർ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാല് ആരിഫ് പറഞ്ഞതാണ് ശരി എന്നുള്ളത്. ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ്. ഉമ്മയെ വ്യഭിചരിക്കലാണോ ശിർക്ക് ചെയ്യലാണോ ഏറ്റവും വലിയ കുറ്റം? ദീൻ മനസ്സിലാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ കഠിനമായ തെറ്റ്. ദീൻ മനസ്സിലാക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ വ്യഭിചരിക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. എന്നാൽ സ്വന്തം മോള് കൂട്ടത്തിന് ഹറാമില്ലാത്തോന്നുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഒരു മഹറമല്ല. സാധനം കൊണ്ടുവരാൻ ഓളെ ചുണ്ട് നാലാൾ കാണാൻ എന്തേ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്ത? വീട്ടിൽ കാണിക്കാൻ ആരില്ല, കാണിക്കേണ്ട ഒരു പുറത്താള്. അപ്പൊ ഇവരുടെ മനസ്സൊരു വേശ്യയുടെ മനസ്സാണോ? ഒരു കാണിത്താത്തിന് എന്ന മനസ്സാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. ഫമറത്ത് അലാ ഖൗമിൻ, എന്നിട്ടൊരു ജനതക്കരികിലൂടെ അവൾ നടന്നു പോകുന്നു. ലിയജിദൂ മിൻ റീഹിഹാ, അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് മണമൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് ഫഹിയ സാനിയ, അവൾ വേശ്യയാകുന്നു, അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ കണ്ണട വെച്ചിരിക്കുന്ന ഭംഗിക്ക് വേണ്ടിയാണ്? അല്ല, എൻ്റെ കാഴ്ചക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് സംശയം. എൻ്റെ കുഴപ്പമാണെന്ന് അറിയുമ്പോൾ ലേറ്റൊക്കെ അടിച്ചു നോക്കിയിട്ട് കാണുന്നില്ല. നമ്മുടെ ആളുകളായതുകൊണ്ടാണ് അല്ലേ?